വെൽക്കം ബാക്ക് ടു മാത്സ് ട്യൂഷൻ. ഒന്ന് രണ്ട് കുട്ടികൾ വന്ന് 3D ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. നമുക്കതിനകത്ത് പോയിൻറ്റ്സ്, ഡിസ്റ്റൻസ് അങ്ങനെ ഒന്ന് നോക്കണം. എലിപ്സിന് എനിക്ക് 2-3 ക്വസ്റ്റ്യൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ട്. കാരണം അത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. എന്നാൽ നിങ്ങളെല്ലാം പഠിച്ച ക്വസ്റ്റ്യനുമാണ്, പക്ഷെ കുറച്ച് മാറ്റി ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ക്വസ്റ്റ്യൻസ് എക്സാമിനൊക്കെ അങ്ങനെ ആയിരുന്നല്ലോ. ഇനി മോഡലിന് എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പം നമുക്ക് ആ മോഡലിലുള്ള ക്വസ്റ്റ്യൻസൊക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇത് 3D നമുക്കൊന്ന് ജസ്റ്റ് ഫിഗർ ഒന്ന് നോക്കാം. This is x-axis, this is y-axis, this is z-axis. നമുക്ക് ഈ പോയിൻ്റ് എന്ന് പറയുന്നതാണ് എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും ഇസഡ് കോർഡിനേറ്റും. ദിസ് പോയിൻ്റ് ലൈസ് ഓൺ x-axis, x, 0, 0. This is 0, 0, z. This is 0, y, 0. This is zx plane. So this point is zx plane ആണ് അല്ലേ. അവിടെ y കോർഡിനേറ്റ് ഇല്ല. 0 സോറി x 0 z. This is yz plane. This is yz plane. So this is equal to 0 y z. ഇതെന്തായിരിക്കും? എക്സ് വൈ പ്ലെയിൻ, അവിടെ ഇസഡ് കോർഡിനേറ്റിലല്ല. സോ ദിസ് പോയിൻ്റ് ഈസ് എക്സ് വൈ 0. പോയിൻറ്റ്സ് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. എക്സ് വൈ 0, എക്സ് വൈ സെഡ്. ഇത് എക്സ് ആക്സിസിലാകുമ്പോൾ വൈ കോർഡിനേറ്റ് ഇസഡ് കോർഡിനേറ്റ് 0, വൈ ആക്സിസിലാകുമ്പോൾ എക്സ് ഇസഡ് 0, ഇസഡ് ആക്സിലാകുമ്പോൾ എക്സും വൈ 0. ഇത് എക്സ് ഇസഡ് പ്ലെയിൻ ആയതുകൊണ്ടാണ് അവിടെ വൈ ഇല്ലാത്തത്. ഇവിടെ എക്സ് വൈ പ്ലെയിൻ ആകുമ്പോൾ ഇസഡ് ഇല്ല. ദിസ് ഈസ് വൈ ഇസഡ് പ്ലെയിൻ. സോ എക്സ് കോർഡിനേറ്റ് ഈസ് 0. നമുക്കൊരു പോയിൻ്റ് തന്നിട്ട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, consider a point A is equal to 4, 8, 10. Find the distance of A. Find the distance of A from x-axis. P of x, y, z. The distance of P from x-axis. Distance of P, x, y, z from x-axis is root of y square plus z square. നമ്മൾ ഇത് ഒരെണ്ണം പഠിച്ച് ബാക്കി രണ്ടും നിങ്ങൾക്ക് എഴുതാൻ പറ്റും. എക്സ് വൈ ഇസഡ് ഫ്രം എക്സ് ആക്സിസ്. നമുക്ക് ബാക്കി എക്സ് നോക്കണ്ട, ബാക്കി ഏതൊക്കെയാണ്? വൈ ഇസഡ്. റൂട്ട് ഓഫ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ. ഇനി ദിസ് ഫ്രം വൈ ആക്സിസ് ആയിരുന്നെങ്കിലോ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ. മെയിനായിട്ട് ഇതൊരെണ്ണം പഠിച്ചാൽ മതി. നിങ്ങൾ ആക്സിസിനനുസരിച്ച് നിങ്ങൾ മാറ്റിക്കൊടുത്താൽ മതി. ഇസഡ് ആക്സിസ് ആയിരുന്നെങ്കിൽ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഇവിടെ നമുക്ക് ആൻസർ എന്ത് വരും? ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് ആക്സിസ് ആണ് 8 സ്ക്വയർ പ്ലസ് 10 സ്ക്വയർ. 64 പ്ലസ് 100 ദാറ്റ് ഈസ് റൂട്ട് 164. ഞാൻ എൻ്റെ സെക്കൻഡ് പാർട്ട്, ഇതിൽ ഫസ്റ്റ് പാർട്ടായിരുന്നു. Find the distance of A from
xy plane. Find the distance of A from xy plane. ഇവിടെ XY പ്ലെയിൻ ആണ്. XY പ്ലെയിൻ ആകുമ്പം നമ്മൾ എന്ത് എഴുതിയാൽ മതി? Z കോർഡിനേറ്റ് മാത്രം എഴുതിയാൽ മതി. സോ ആൻസർ ഈസ് ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു A. അപ്പോൾ ഇവിടെ YZ പ്ലെയിൻ ആയിരുന്നെങ്കിലോ ആൻസർ പോകും. നമുക്ക് എലിപ്സിലെ 12 ക്വസ്റ്റ്യൻ നോക്കാം. Question number 2. This is 0, 3. This is 0, -3. This is 2, 0, -2, 0. Find the equation of the ellipse. First part. Find the equation of the ellipse. ഇവിടെ നമുക്ക് ഇങ്ങനെ ഫിഗർ തന്നിട്ടുണ്ട്. തിരിച്ച് നിങ്ങൾ ഇക്വേഷൻ ഫോം ചെയ്യണം. മേജർ ആക്സിസ് ലൈ ഓൺ വൈ ആക്സിസ് അല്ലേ? ഇവിടെ എ എത്രയാണ്? 3. ബി ഈസ് ഈക്വൽ ടു 2. എ ഈസ് ഈക്വൽ ടു 3. ബി ഈസ് ഈക്വൽ ടു 2. മേജർ ആക്സിസ് ലൈ ഓൺ വൈ ആക്സിസ്. ഇപ്പം നമുക്ക് സെക്കൻഡ് ഫോം ഏത് വരും? എക്സ് സ്ക്വയർ ബൈ ഇക്വേഷൻ ഈസ് എക്സ് സ്ക്വയർ ബൈ ബി സ്ക്വയർ വൈ സ്ക്വയർ ബൈ എ സ്ക്വയർ ഈസ് ഈക്വൽ ടു 1. സോ ആൻസർ ഈസ് എക്സ് സ്ക്വയർ ബൈ ബി സ്ക്വയർ 4 വൈ സ്ക്വയർ ബൈ 9 ഈസ് ഈക്വൽ ടു 1. എലിപ്സ് വേറെ ഒരു ക്വസ്റ്റ്യൻ. എലിപ്സിൽ ഈ എപ്പോഴും എക്സെൻട്രിസിറ്റി ലെസ് ദാൻ 1 ആയിരിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 3. An ellipse passes through the point 3, 1. An ellipse passes through 3, 1 having foci plus or minus 4, 0. Then find length of major axis, equation of the ellipse. രണ്ട് പാർട്ട്. ലെങ്ത് ഓഫ് മേജർ ആക്സിസ്. ആദ്യം നോക്കി ഇത് ചെയ്തിട്ട് നമുക്ക് ഇക്വേഷനിലോട്ട് പോകാം. നമുക്ക് ഒരു എലിപ്സ് ഉണ്ടെങ്കിൽ ഈ എലിപ്സിൽ നമ്മളൊരു പോയിൻ്റ് എടുക്കുന്നു, പി. പോയിൻ്റ് പി. ഫോക്കൈ F1, F2. P is any point on the ellipse. F1 and F2 are foci. Then PF1 plus PF2 is always length of major axis എന്നാണ് 2a. നമുക്കൊരു പേര് കൊടുക്കാം. P31 F1 40 F2 -40. PF1 plus PF2
is equal to PF1 root of 3 minus 4 minus 1 the whole square plus 1 square. PF2 3 minus 4 1 square plus 1 square 49 plus 1 50 root 2 plus 5 into 5 into 2, which can be written as 5 root 2, that is 6 root 2. ഇവിടെ PF1 plus PF2 എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും എന്തായിരിക്കും കിട്ടുന്നത്? We get length of major axis, that is 2a. Second part, equation of the ellipse. നമുക്ക് എന്താ കിട്ടി? 2a 6 root 2 കിട്ടി. a is equal to 3 root 2. Foci c is equal to 4. c square is equal to a square minus b square. 16 is equal to 9 into 2 18. So b square is equal to a square കിട്ടി 9 into 2 18, b square 2. So equation of the ellipse is ഇത് ഫോക്കൈ എവിടെയാണ്? എക്സ് ആക്സിസിൽ. y കോർഡിനേറ്റ് 0 ആകുമ്പോൾ അത് എവിടെയായിരിക്കും? ഫോക്കൈ ലൈസ് ഓൺ എക്സ് ആക്സിസ്. സോ ഇക്വേഷൻ ഈസ് എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ by b square is equal to 1. So answer is x square by 18 y square by 2 is equal to 1. ഇനി എലിപ്സും സ്ട്രെയിറ്റ് ലൈനും കൂടെ മിക്സ് ചെയ്തൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 4. Equation of the ellipse തന്നിട്ടുണ്ട്. This is a line. Equation of the ellipse is x square by 25 plus y square by 9 is equal to 1. First part, find equation of line L. Here x-axis, major axis lie on x-axis. First form, a is equal to 5, b is equal to 3. So this point is 5 0. This is the point 0 3. Okay. Line pass ചെയ്യുന്ന രണ്ട് പോയിന്റ് കിട്ടി അല്ലേ? This is equal to 5, this is equal to 3. നിങ്ങൾ പോയിന്റ് സ്ലോപ്പ് അല്ലെങ്കിൽ x by a plus y by b is equal to 1 ഏതെങ്കിലും എഴുതാം. Here x intercept is equal to 5, y intercept is equal to 3. Line becomes x by 5 plus y by 3 is equal to 1. Taking LCM, we get 3x plus 5y is equal to 15. Multiplying each term by 15 LCM. The 3 വരും, the 5, 1 into 50, 50. Second part. Find the equation of a line. B part. Find the equation of a line parallel to L. Parallel to L and passing through one of the foci.
ഏതെങ്കിലും ഒരു ഫോക്കസിൽ കൂടെ പാസ് ചെയ്യുന്നതും ഈ ലൈനിന് പാരലായിട്ടുള്ള ഒരു ലൈനിൻ്റെ ഇക്വേഷൻ. നമുക്കറിയാം ഇഫ് ടു ലൈൻസ് ആർ പാരൽ സ്ലോപ്സ് ആർ ഈക്വൽ. നമുക്കത് വെച്ചിട്ട് എഴുതാം. ഇനി ഫോക്കസ് ഫോക്കൈ എ ഈസ് ഈക്വൽ ടു 5, ബി ഈസ് ഈക്വൽ ടു 3. നമുക്ക് ഫോക്കൈ ആദ്യം സി എങ്ങനെയാണ് റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഈസ് ഈക്വൽ ഫോക്കൈ പ്ലസ് ഓർ മൈനസ് C0 പ്ലസ് ഓർ മൈനസ് 4 0. ഏതെങ്കിലും ഒരു ഫോക്കസിൽ കൂടെ പാസ്. നമുക്ക് 4 0 എടുക്കാം. ലൈനിൻ്റെ സ്ലോപ്പ് നമുക്ക് എല്ലാം എന്തായിരുന്നു ഇക്വേഷൻ? x/5 3x പ്ലസ് 5y ഈസ് ഈക്വൽ ടു 15 അല്ലേ? സ്ലോപ്പ് ഓഫ് n മൈനസ് എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് എഴുതുക, വൈയുടെ കോഎഫിഷ്യൻ്റ് മൈനസ് 3/5. If two lines are parallel, slopes are equal. Slope of parallel line, that is also minus 3/5. ലൈൻ പാസ് ചെയ്യുന്ന പോയിൻ്റ് നമുക്ക് 4 0 എടുക്കാം. വൺ ഓഫ് ദ ഫോക്കൈ ആണ്. നമുക്ക് 4 0. ഇക്വേഷൻ ഷോർട്ടായിട്ട് എഴുതിയിട്ട് ഇക്വേഷൻ ഓഫ് ദി പാരലൽ ലൈൻ y മൈനസ് y1 ഈക്വൽസ് m ഇൻറ്റു x മൈനസ് x1. നമുക്കിവിടെ x1 y1 ആയിട്ട് 4 0 എടുക്കാം. സ്ലോപ്പ് മൈനസ് 3/5. y മൈനസ് 0 ഈക്വൽസ് മൈനസ് 3/5 ഇൻറ്റു x മൈനസ് 4. 5y മൈനസ് 3x പ്ലസ് 2. നമുക്ക് ലെഫ്റ്റിൽ കൊണ്ടുവരാം. 3x പ്ലസ് 5y മൈനസ് 12 ഈസ് ഈക്വൽ ടു. അടുത്ത ക്ലാസ്സിൽ വേറെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതും കുറച്ച് ഇൻഡയറക്റ്റ് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ്. എന്നാൽ നമ്മളെല്ലാം പഠിച്ചത് തന്നെയാണ്. ക്വസ്റ്റ്യൻ ഒന്ന് മാറ്റി ചോദിക്കുന്നതേ ഉള്ളൂ. നിങ്ങൾ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച് ആലോചിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഓക്കെ, എല്ലാവരും നന്നായി പഠിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യും. ഓക്കെ, താങ്ക് യു.